സിനുജി, റഷ്യയും ഇന്ത്യയും ചേർന്ന് ബംഗ്ലാദേശിൽ ഒരു ആണവ നിലയം പണിയാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതിന്റെ പേരിൽ ഷെയ്ഖ് ഹസീന $5 ബില്യൺ തട്ടിയെടുത്തു എന്നാണ് യുനെസ് പറയുന്നത്. എന്താണ് ഈ ഷെയ്ഖ് ഹസീന അത്തരത്തിൽ പണം തട്ടിയെടുക്കുന്ന ഒരാളാണോ? നിലവിൽ ബംഗ്ലാദേശിലെ ഒരവസ്ഥ അറിയാലോ, അവിടെ വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ്. ആവശ്യത്തിന് വൈദ്യുതിയൊന്നുമില്ല. നമ്മളാണ് വൈദ്യുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അദാനിയുടെ കമ്പനിയാണ് അവിടേക്ക് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഊർജ്ജ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ആണവ നിലയം സ്ഥാപിക്കാനായിട്ട് അവർ ഉദ്ദേശിച്ചു. അതായത് ഈ വൈദ്യുതി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ 2008 ചൈന അവിടെ ഒരു ആണവ പദ്ധതിയുമായിട്ട് സ്ഥാപിക്കുന്നതുമായിട്ട് മുന്നോട്ട് വന്നു. പക്ഷേ ഇന്ത്യ അന്ന് അതിനെ അനുകൂലിച്ചില്ല. മാത്രമല്ല ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഒരു പിന്തുണയില്ലാതെ ചൈനയ്ക്ക് ആ പദ്ധതി അവിടെ ആരംഭിക്കാൻ പറ്റില്ല. അങ്ങനെ 2011 പുതിയൊരു പ്രോജക്റ്റുമായിട്ട് റഷ്യ വരുന്നു. അപ്പം ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിൽ നിന്ന് 160 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ഈ റൂപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആണവ നിലയ പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പോൾ റഷ്യയ്ക്ക് ഒറ്റയ്ക്ക് ആ പണി പൂർത്തീകരിക്കാൻ പറ്റില്ല. സ്വാഭാവികമായും റഷ്യ അതിൻ്റെ ഉപകരാറുകളും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ നിർമ്മിക്കാനായിട്ടുള്ള കരാർ ഇന്ത്യൻ കമ്പനികളെ ഏൽപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ റഷ്യ അവിടെ ഒരു ആണവ നിലയ നിർമ്മാണവുമായി മുന്നോട്ട് വരണമെങ്കിൽ ഇന്ത്യയുടെ സഹകരണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ പുട്ടിനും മോദിയും ഒക്കെയുള്ളൊരു ബന്ധം വെച്ചിട്ട് നമ്മൾ അതിനോട് ഏതാണ്ട് സഹകരിക്കുന്നു. അങ്ങനെ റഷ്യയും ഇന്ത്യക്ക് ബംഗ്ലാദേശിലുള്ള സ്വാധീനം വെച്ച് ഇന്ത്യയും അവിടെ ഈ നിർമ്മാണ പ്രവൃത്തികളിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ആ പദ്ധതി എന്ന് പറയുന്നത് $12.65 ബില്യൺ ചെലവ് വരുന്ന ഒരു ബൃഹത് പദ്ധതിയാണ്. കാലങ്ങളെടുത്ത് പൂർത്തീകരിക്കേണ്ട പദ്ധതിയാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി ആരോപണമാണ് നിലവിലുള്ള ബംഗ്ലാദേശിൻ്റെ അഡ്വൈസറായ മുഹമ്മദ് യൂനിസ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഷെയ്ഖ് ഹസീനയും അവരുടെ മകനായ നജീബ് വസദും അവരുടെ അനന്തരവരായ തുലിപ് സിദ്ദിഖി 3 പേരും ചേർന്ന് $5 ബില്യൺ തട്ടിയെടുത്തു. അതായത് ഈ പണത്തിൻ്റെ തുക അല്ലെങ്കിൽ ഒരു ഓഹരി എന്ന് പറയുന്നത് മലേഷ്യയിലെ ബാങ്കുകൾ വഴിയാണ് തട്ടിയെടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം മുഹമ്മദ് യൂനിസ് ഈ ആരോപണം ഉന്നയിച്ചതിലൂടെ വ്യക്തമാകുന്നത് എന്താ? ഷെയ്ഖ് ഹസീന വലിയ തട്ടിപ്പുകൾ പണത്തിൻ്റെ പേരിൽ അവിടെ നടത്തിയെന്നല്ലേ മനസ്സിലാക്കുന്നത്. അപ്പോൾ $5 ബില്യൺ തട്ടിയെടുത്തെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? റഷ്യയാണ്. റഷ്യ കോഴ കൊടുത്തെങ്കിലല്ലേ ഈ പണം കിട്ടുള്ളൂ. അപ്പോൾ റഷ്യ പറയുകയാണ്, ഞങ്ങളുടെ റോസാറ്റം എന്ന് പറയുന്ന കമ്പനി സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്. ഈ കമ്പനിയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല മുഴുവൻ കരാർ ഞങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയാത്തതുകൊണ്ട് ഉപകരാറുകളെല്ലാം തന്നെ ഇന്ത്യൻ കമ്പനികൾക്ക് നൽകി. കാരണം ഇന്ത്യയുടെ അതിർത്തി പ്രദേശമല്ലേ ബംഗ്ലാദേശ്. ഇപ്പോൾ റഷ്യക്കാണ് എത്രയോ ദൂരയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ ഇന്ത്യ അടുത്ത ഒരു സഹകരണമായിട്ട് ഇവരുമായി ചേരുന്നു. അപ്പോൾ യൂനിസ് ലക്ഷ്യമിടുന്നത് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനും ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യാനുമാണ്. കാരണം ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണമെന്ന് ഈ ബംഗ്ലാദേശ് ഭരണകൂടം, അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആൾക്കാർ പലതവണ തുടർച്ചയായി 2 തവണ ഒഫീഷ്യലായിട്ട് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. ഇന്ത്യ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അപ്പോഴാണ് അവിടെ ഒരു അഴിമതി വിരുദ്ധ കമ്മീഷൻ രൂപീകരിക്കുന്നത് ബംഗ്ലാദേശ് സർക്കാർ. എന്നിട്ട് അവരുടെ കണ്ടുപിടുത്തമാണ് ഷെയ്ഖ് ഹസീനയും അവരുടെ മകനും അനന്തരവളും എന്ന് പറഞ്ഞാൽ UK ട്രഷറി മന്ത്രി കൂടിയാണ്. ഇവരും ചേർന്ന് $5 ബില്യൺ തട്ടിയെടുത്തു. മലേഷ്യയിലെ ഈ ബാങ്കുകൾ വഴിയാണ് തട്ടിയെടുത്തതിൻ്റെ വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചു. റഷ്യ പറയുകയാണ്, ഞങ്ങളുടെ ഒരു കമ്പനിയെ അനാവശ്യമായ വിവാദത്തിലേക്ക് വലിച്ച് കൊണ്ടുപോകരുത്. ഞങ്ങൾ സുതാര്യമായി പ്രവർത്തിക്കുന്നതാണ്. ഞങ്ങൾക്ക് കൃത്യമായ ഓഡിറ്റിംഗ് ഉണ്ട്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വൈദ്യുതി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് വലിയ ആണവ നിലയങ്ങളൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണ് റോസാറ്റം. അതിനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുക. അപ്പോൾ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ ബംഗ്ലാദേശിനെ ആരായിരിക്കും പ്രോത്സാഹനം കൊടുക്കുക? അമേരിക്ക ആയിരിക്കും. അപ്പം പാകിസ്ഥാൻ എല്ലായ്പ്പോഴും ഇന്ത്യക്കെതിരാണല്ലോ, അത് നമുക്കറിയാം. ഈ അമേരിക്കയാണ് ബംഗ്ലാദേശ് സർക്കാരിനെ അവിടെ അട്ടിമറിച്ചത്. ഒപ്പം അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഒരു വലിയ നീക്കം നടത്താനായിട്ട് ഈ ബംഗ്ലാദേശ് തുനിഞ്ഞിറങ്ങുന്നു. എന്താ കാരണം എന്നറിയാം? ഈ ഇന്ത്യക്ക് ബംഗ്ലാദേശ് വലിയ സ്വാധീനമുണ്ട് ഉണ്ടല്ലോ. ആ സ്വാധീനം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അമേരിക്ക ഈ ഷെയ്ഖ് ഹസീനെ അവിടെ നിന്ന് അട്ടിമറിക്കുകയും മുഹമ്മദ് യൂനിസിനെ കൊണ്ടുവരികയും ചെയ്തു. ഒപ്പം ഇന്ത്യയുടെ പിന്തുണയായിട്ട് ആരവിടെ ഉണ്ടായി? റഷ്യ ഉണ്ടായി. റഷ്യ അവിടെ ഒരു വലിയ പദ്ധതിയുമായിട്ട് നിൽക്കുകയല്ലേ. ഈ 2025 ഈ റുപ്പൂർ ആണവ നിലയത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കണമായിരുന്നു. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അതിന് മുടക്കുള്ള എല്ലാ പണികളും ഇവർ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ത്യയാണ് ലക്ഷ്യം വെച്ചതെങ്കിലും ചെന്നുകൊണ്ടത് റഷ്യയുടെ നെഞ്ചത്താണ്. റഷ്യ പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരുടെ കളിക്കുന്ന പോലെ ഞങ്ങളുടെ അടുത്ത് കളിക്കാൻ വരരുത്, ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും എന്ന് പറഞ്ഞാൽ പുട്ടിനെങ്ങാണം വിചാരിച്ച ഒരു ആക്രമണം ബംഗ്ലാദേശിലേക്ക് നടത്തിയാൽ ബംഗ്ലാദേശ് തവിടുപൊടിയാവും. അപ്പോൾ പാകിസ്ഥാൻ്റെ നിലപാടും ചൈനയുടെ നിലപാടും വേണമെങ്കിൽ ഒന്നാണെന്ന് പറയാം. കാരണം എന്താ പറയുക, പാകിസ്ഥാൻ ഇപ്പം ബംഗ്ലാദേശുമായിട്ടൊക്കെ കൂട്ടുകൂടി രണ്ടിടത്തെയും തീവ്രവാദ സംഘടനകളൊക്കെ ഒന്നാണെന്നുള്ള രീതിയിൽ പോകുന്നു. ചൈനയുടെ നിലപാട് എന്താ? മറ്റ് തീവ്രവാദ സംഘടനകൾക്ക് വേണമെങ്കിൽ അവരോടൊക്കെ ഒരു സോഫ്റ്റ് നിലപാടൊക്കെ സ്വീകരിച്ച് അവർക്കൊരു പിന്തുണയൊക്കെ നൽകി മുന്നോട്ട് പോകുന്ന നിലപാട് ആര്
സ്വീകരിക്കുന്നു? ചൈനയെ സ്വീകരിക്കും. അപ്പോൾ ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, പാകിസ്ഥാനെ വിശ്വസിക്കാൻ പറ്റില്ല. ഒപ്പം അമേരിക്കയുടെ കുതന്ത്രങ്ങളുണ്ട്. പക്ഷേ നമുക്ക് പേടിക്കേണ്ട, കാരണം മുൻനിരയിൽ റഷ്യ നിൽക്കുകയാണ്. റഷ്യയുടെ റോസാറ്റം എന്ന് പറയുന്ന പ്രഗത്ഭമായ ഒരു കമ്പനിയെ അഴിമതിയിൽപ്പെടുത്താനായിട്ട് ബംഗ്ലാദേശ് ശ്രമിച്ചാൽ ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. മാത്രമല്ല ചൈനീസ് കമ്പനികൾക്ക് തീവ്രവാദ സംഘടനകളോട് മൃദു സമീപനമുണ്ടെങ്കിൽ, പാകിസ്ഥാൻ കമ്പനികൾക്ക് അങ്ങനെ ഒരു സമീപനം ഉണ്ടെങ്കിൽ ഞങ്ങളെ അത് ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങളെ ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിച്ചാൽ ശക്തമായിട്ട് ഞങ്ങൾ തിരിച്ചടിക്കും. മാത്രമല്ല ഇന്ത്യക്ക് നിലവിൽ അമേരിക്കയെ പിണക്കാൻ പറ്റില്ല. കാരണം അമേരിക്കയാണ് ഈ കുത്തിത്തിരിപ്പിന് പിന്നിലെന്ന് നമുക്കറിയാം. നമ്മൾ എന്താ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അമേരിക്കയുമായി വലിയ ട്രേഡാണ് നമ്മൾ നടത്തുന്നത്. അതായത് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് ഏറ്റവും അധികം സഹായം ചെയ്യുന്നത് അമേരിക്കയുമായി നടത്തുന്ന കച്ചവടത്തിലൂടെയാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഏതാണ്ട് അതിനു മുമ്പ് ബരാക് ഒബാമ നിന്ന് മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ആരംഭിച്ച ഒരു ബന്ധം ഇപ്പോൾ കൂടുതൽ ദൃഢമായി. അപ്പം നമുക്ക് അമേരിക്കയെ പിണക്കി ഒരു നിലപാടെടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ മുഹമ്മദ് യൂനിസ് ആണല്ലോ പറയുന്നത് ഇവിടെ ഈ പറയുന്ന 5 ബില്യൺ തട്ടിയെടുത്തു എന്ന്. അപ്പം അമേരിക്കയാണ് ഇതിൻ്റെ പിന്നിൽ നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല. നമ്മുടെ ബന്ധങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ റഷ്യ അത് തുറന്നു പറയും. എന്താ അറിയാം, റഷ്യക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി, ഇനി ഞങ്ങളുടെ അടുത്ത് ബംഗ്ലാദേശ് കളിക്കാൻ ഇങ്ങോട്ട് പോവാം, ഞങ്ങൾ റോക്കറ്റുമായിട്ട് വരാമെന്ന് റഷ്യ പറഞ്ഞാൽ തീർന്ന്. ഇന്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലൊക്കെ അവിടുന്ന് പ്രയോഗിച്ചാലുണ്ടല്ലോ അവസ്ഥ ദയനീയമാണ്. അപ്പോൾ റഷ്യയും ഇന്ത്യയും ബംഗ്ലാദേശിൽ വലിയ സ്വാധീനം ചെലുത്തുന്നത് അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല. അസൂയാലുക്കളായ അമേരിക്ക ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് മനഃപൂർവ്വം പതിയെ ഇങ്ങോട്ടേക്ക് വരികയാണ്. ആ പ്രശ്നമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു ഉപദ്രവമായിട്ട് വന്നു കഴിഞ്ഞാൽ പുടിൻ്റെ നേതൃത്വത്തിലുള്ള റഷ്യ ശക്തമായി ബംഗ്ലാദേശിനെ ആക്രമിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെടുക്കും, ഗ്യാലറിയിലിരുന്ന് കളി കാണും. എന്നിട്ടും മുഹമ്മദ് യൂനിസ് പറയുകയാണ് മര്യാദയ്ക്ക് ഞങ്ങളുടെ ഷേഖ് ഹസീനെ ഇങ്ങോട്ട് വിട്ടുതരണ്ടേ. ഷേഖ് ഹസീന തന്നെ അവിടെ നീ പോയി പണി നോക്കണം എന്നുള്ളൊരു ലെവലിലേക്ക് നിൽക്കുകയാണ്. കാരണം എന്താ, ഷേഖ് ഹസീനയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഇന്ത്യ ഉണ്ട്. കാരണം അഭയാർത്ഥിയായി നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ്, രാഷ്ട്രീയ അഭയാർത്ഥി. അതുകൊണ്ട് അവർക്ക് എല്ലാ പിന്തുണയും നമ്മൾ കൊടുക്കും. മാത്രമല്ല ഈ മുഹമ്മദ് യൂനിസിൻ്റെ സർക്കാർ ഇപ്പോൾ ഈ അഴിമതി വിരുദ്ധ കൗൺസിലുമായിട്ട് എപ്പോഴാണ് വന്നത്, ഈ അടുത്ത സമയത്ത്. അപ്പോൾ ഇത്രയും കാലം ഒരു ദശകത്തിലധികമായി ഈ പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ പദ്ധതി പൂർത്തീകരിച്ചാൽ അവിടുത്തെ ഈ വൈദ്യുതി പ്രശ്നത്തിന് വലിയ തോതിൽ പരിഹാരം കാണും. അപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കാണാതെ റഷ്യയ്ക്കും ഇന്ത്യക്കും നേട്ടമുണ്ടാകും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവരെ അഴിമതിയിൽപ്പെടുത്താനായിട്ട് പറയുന്നു. ഇപ്പോൾ ഇവരുടെ മകൻ, അതായത് ഷേഖ് ഹസീനയുടെ മകനുണ്ട് നജീബ് വാസദ് പറയുന്നു, എൻ്റെ അമ്മ അങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയിട്ടില്ല, നിങ്ങൾക്ക് അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ പരിശോധിക്കാം, ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പൈസയും കിട്ടിയിട്ടില്ല, ഞങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ കോടതിയിൽ അത് വ്യക്തമാക്കും. അപ്പോൾ റഷ്യയും പറയുന്നു, ഞങ്ങൾ ഏത് കോടതിയിൽ വേണമെങ്കിലും എല്ലാ തെളിവുകളും ഹാജരാക്കാം, ഞങ്ങളുടെ കണക്കുകൾ സുതാര്യമാണ്, കൃത്യമായി ഓഡിറ്റിംഗ് നടത്തുന്നതാണ്. അപ്പോൾ റോസാറ്റം എന്ന് പറയുന്ന ഞങ്ങളുടെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കമ്പനിയെ അപകീർത്തിപ്പെടുത്താൻ ബംഗ്ലാദേശോ മുഹമ്മദ് യൂനിസോ ശ്രമിച്ചാൽ ശക്തമായ പ്രത്യാഘാതമുണ്ടാകും. അപ്പോൾ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ എന്തൊക്കെ തന്ത്രമാണ് ബംഗ്ലാദേശ് കാണിക്കുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ നീങ്ങാനായി യൂനിസും കൂടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ കാണിക്കുന്ന ഇത്തരം നീക്കങ്ങൾ അത് ഇന്ത്യ തിരിച്ചറിഞ്ഞാൽ ഒരുപക്ഷെ ബംഗ്ലാദേശിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. ഇപ്പോൾ ഷേഖ് ഹസീനെ ഇന്ത്യ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു അത്തരം ഒരു തീരുമാനത്തിൻ്റെ പേരിലാകും ഇപ്പോൾ ഷേഖ് ഹസീനയ്ക്കെതിരെ ഇത്രയും ബില്യൺ ഡോളറിൻ്റെ അഴിമതി കഥകളൊക്കെ യൂനിസ് പുറത്തു കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം. പക്ഷെ എങ്കിൽ പോലും അത്തരത്തിൽ എൻ്റെ അമ്മ ഇത്തരം കോടികൾ അല്ലെങ്കിൽ ഡോളർ വാങ്ങിയിട്ടില്ല എന്നും മകൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പരിശോധിക്കാം, പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം ഇല്ലാത്ത കാര്യങ്ങൾ പുറത്തു പറയാവൂ എന്ന് മകൻ പറയുന്നു. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യ കടുത്ത നിലപാട് ബംഗ്ലാദേശിനെതിരെ സ്വീകരിച്ചാൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ ലോകത്തുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയം. കാരണം ഇന്ത്യ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ നൽകുന്ന ബംഗ്ലാദേശിന് നൽകുന്ന ഒരു കാരണം ഹിന്ദുക്കളെ ആക്രമിച്ചപ്പോഴും ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചപ്പോഴും ഇന്ത്യ എടുത്ത ഒരു സമീപനമായിരിക്കില്ല റഷ്യ ഒരുപക്ഷെ ബംഗ്ലാദേശിനോട് കാണിക്കുന്നത്. അത്തരത്തിൽ റഷ്യ തിരക്കിട്ടൊരു നിലപാട് ബംഗ്ലാദേശിനോട് എടുത്താൽ ബംഗ്ലാദേശ് എന്ന രാജ്യം പോലും ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ റോസാറ്റം സ്റ്റേറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന റഷ്യയുടെ കമ്പനിക്കെതിരെ ശക്തമായ നിലപാടും ആരോപണം ഉന്നയിച്ചതോടുകൂടി റഷ്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു അപഹാസ്യരായി മാറുകയാണ്. അത്തരം നിലപാടെടുത്താൽ റഷ്യ ശക്തമായിട്ട് തിരിച്ചടിക്കും. തൊട്ടു പിന്നിൽ ഇന്ത്യ ഉണ്ടാവും. അപ്പോൾ ഇന്ത്യയെ ഈ കരാറിലേക്ക് കൊണ്ടുവന്നത് തന്നെ റഷ്യയാണ്. കാരണം ചൈനയ്ക്ക് ഈ കരാർ കൊടുക്കരുതെന്നും ഒപ്പം റഷ്യയ്ക്ക് കൊടുക്കണമെന്നും അവർ തീരുമാനിക്കുന്നു. റഷ്യ ഈ കരാർ ഏറ്റെടുക്കണമെങ്കിൽ ഇന്ത്യ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തന്നെ നമ്മൾ തയ്യാറാക്കി കൊടുത്തത്. അപ്പോൾ അമേരിക്കയുടെ അസൂയ എന്താ, ഈ പദ്ധതിയിൽ അമേരിക്കയ്ക്ക് ഇൻവോൾവ്മെന്റ് ഇല്ല. അപ്പോൾ അമേരിക്കയ്ക്ക് ഇല്ലാത്ത ഇൻവോൾവ്മെന്റ് റഷ്യയ്ക്കും ഇന്ത്യക്കും ബംഗ്ലാദേശിൽ വേണ്ട. അതുകൊണ്ട് അടുത്ത കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഷേഖ് ഹസീനയും മകനും അനന്തരവളും ചേർന്ന് $5 ബില്യൺ തട്ടിയെടുത്തതും. അപ്പോൾ 12.65
$1.5 ബില്യൺ മഹത്തായ ഒരു ബൃഹത് പദ്ധതിയിൽ നിന്ന് $5 ബില്യൺ തട്ടിയെടുത്തു എന്ന് പറയുന്നത് വലിയ ആരോപണമാണ്. അപ്പോൾ ഈ അഴിമതി വിരുദ്ധ കമ്മീഷൻ എന്താണ് നടപടി എടുക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ധാക്കയിലെ ഹൈക്കോടതിയും രംഗത്ത് വന്നിട്ടുണ്ട്. ധാക്കയിലെ ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ആരാ? മുഹമ്മദ് യൂനിസിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തുകൊണ്ട് റഷ്യയും ഇന്ത്യയും ആക്രമിക്കാൻ വരികയാണെങ്കിൽ മിക്കവാറും ബംഗ്ലാദേശുകാർ ഓടേണ്ടി വരും.